ഹേ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് സ്നാക്ക് റെസിപ്പിക്ക് തന്നെയല്ലേ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോൾ സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് തന്തൂരി ചിക്കൻ ഡോണറ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ 2 ഉള്ളി എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇനി ഒരു ബൗളിലോട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസസ് ബൗളിലോട്ട് വേണ്ട കേട്ടോ, മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടാൽ മതി. ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു 4-5 പച്ചമുളക്, എരിവ് നോക്കിയിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പിടി മല്ലിച്ചപ്പ്, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ല അത്, പിന്നെ 2 സ്ലൈസ് ബ്രെഡും. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മളില്ലേ ഉള്ളി ഫ്രൈ ആക്കാണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇതിലിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മിക്സ് ഉള്ളിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ലൂസായി പോവും. അപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പായി എടുക്കാൻ ഭയങ്കര ഇടങ്ങാറായിരിക്കും. അതുകൊണ്ട് ഉള്ളി ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി അഥവാ ഇത് ഇച്ചിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് ടൈറ്റാക്കിയാൽ മതി. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. തന്തൂരി ചിക്കൻ ഡോണറ്റ് അല്ലേ, അപ്പോൾ അതിന് 1 ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാല, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കാൻ എന്നോട് ആദ്യം മറന്നുപോയി, പിന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ ഇല്ലേ, ചീസ് ഇഷ്ടമാണെങ്കിൽ അതും ഈ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. മൊസറല്ല ചീസ് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കറിയില്ലേ ഡോണറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കണം. ഇതാ വേഗം കഴിയും. പിന്നെ ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ നടുവിൽ ജസ്റ്റ് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒട്ടിയിട്ടുണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ മിക്സ് ലൂസായി പോവുകയാണെങ്കിൽ അതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് അതൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഷേപ്പായി കിട്ടാൻ ഇടങ്ങേറുണ്ടാവും. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇതാ കറക്റ്റ് 10 എണ്ണമാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഇല്ലേ, നമ്മളിത് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഓവർ കട്ടിയിലാക്കി എടുക്കണ്ട കേട്ടോ. ഒരു മീഡിയം സൈസ് ആക്കി എടുത്താൽ മതി. നമ്മളധികം കട്ടിയിലാക്കി എടുക്കുമ്പോൾ പിന്നെ ഉള്ളിൽ വേവാത്ത പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിൽ ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ മൈദപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അതിന് പകരം വേണമെങ്കിൽ മുട്ട എടുക്കുക കേട്ടോ. മുട്ട ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസും, ഈ ബ്രെഡ് ക്രംസിൽ തന്തൂരി ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നോട് ആദ്യം മറന്നു പോയിട്ട് ഞാൻ പിന്നെയാണ് ഇട്ടത്, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അപ്പോൾ ആദ്യം നമ്മൾ മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ മൈദൻ്റെ മിക്സില്ലേ അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇല്ലേ, ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം അപ്പം തന്നെ സിമ്മിലാക്കി കൊടുക്കുക. സിം ടു മീഡിയം അത് മതി കേട്ടോ. അല്ലെങ്കിൽ പുറത്ത് പെട്ടെന്ന് കുക്കായിട്ട് ഉള്ളിൽ വേവാത്ത പോലെ അങ്ങനെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഈ ഒരു കളറാകുമ്പോൾ എടുത്താൽ മതി. അങ്ങനെ ഇത്രയേ ഉള്ളൂ. നമ്മൾ തന്തൂരി ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ആക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.